വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന 20-3-2024 മുതൽ 26-4-2024 വരെയുള്ള എന്താണ് കറണ്ട് അഫയേഴ്സാണ്. നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ന്യൂസ്? എന്താണ്? ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ന്യൂസ് നോക്കാം. ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഹാസ് അച്ചീവ്ഡ് എ റിമാർക്കബിൾ മൈൽസ്റ്റോൺ ബൈ signing 125 advance pricing agreements APAs during the fiscal year 2023-24. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രധാനമായിട്ടും ചോദ്യം വരുന്നൊരു മേഖല എന്ന് വിളിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? CBDT ആയിരിക്കും അല്ലേ? എന്താണ്? ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആയിരിക്കും. ജസ്റ്റ് നമുക്ക് അപ്പം ന്യൂസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെൻറ്റ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. എന്താണ്? The DTAA, that means the Double Taxation Avoidance Agreement, is a tax treaty signed by two or more countries. അതായത് രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ പരസ്പരം വയ്ക്കുന്നൊരു ട്രീറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ്, DTAA എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ കീ ഒബ്ജക്റ്റീവ് ഈസ് ദാറ്റ് taxpayers is these countries can avoid being taxed twice for the same income. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വയ്ക്കാം. അതിന് രണ്ട് രാജ്യങ്ങളിലായിട്ട് ചിലപ്പോൾ രണ്ട് വട്ടം ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് ഇത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ്. The DTAA applies in cases where taxpayer reside in one country and earns income in another. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തി എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഈ ഇന്ത്യൻ സിറ്റിസൺ എന്ത് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ എക്സ് എന്നുള്ള രാജ്യത്തേക്ക് എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇനി ഈ എക്സ് എന്നുള്ള രാജ്യത്ത് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ളൊരു ജോബ് എന്ത് ചെയ്യാം ചെയ്യുന്നുണ്ടാവാം. അതിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഇൻകം എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇൻകത്തിന് എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം എന്ന് വയ്ക്കുക. ശ്രദ്ധിക്കുക, ഈ ഇൻകത്തിന് ഈ എക്സ് എന്നുള്ള രാജ്യത്തും എന്ത് പേ ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. അതുപോലെ തന്നെ ഇന്ത്യയിലും എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം എന്ന് വയ്ക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഡബിൾ ടാക്സേഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഡബിൾ ടാക്സേഷൻ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ടാക്സേഷൻ എന്നുള്ള പേരിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഏത്? DTAA എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അതായത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, the DTAA can either be comprehensive to cover all sources of income or be limited to certain areas such as taxing ഇൻകം ഫ്രം ഷിപ്പിംഗ്, എയർ ട്രാൻസ്പോർട്ട്, ഇൻഹെറിറ്റൻസ് എക്സെട്ര. ഓക്കെ, അതായത് എന്താണ് ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. ഓക്കെ, ലിമിറ്റഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഏരിയാസാണ്? ഉദാഹരണമായിട്ട് എന്താണ്? ഫോർ എക്സാമ്പിൾ ഷിപ്പിംഗ്, അതുപോലെ തന്നെ എന്താണ് എയർ ട്രാൻസ്പോർട്ട്, ഇൻഹെറിറ്റൻസ് ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇൻ 1983 ഇന്ത്യ ആൻഡ് മൗറീഷ്യസ് എഗ്രീഡ് ഓൺ DTAA ടു പ്രിവെൻറ്റ് ഡബിൾ ടാക്സേഷൻ. 1983 എന്ത് ചെയ്തിരുന്നു? ഇന്ത്യയും അതുപോലെ തന്നെ എന്താണ് മൗറീഷ്യസും കൂടി എന്ത് ചെയ്തിരുന്നു? ഇത്തരം ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ദ DTAA അപ്ലൈസ് ടു റെസിഡൻസ് ഓഫ് ബോത്ത് കൺട്രീസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയും മൗറീഷ്യസും കൂടി ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. ഇത് ആർക്കൊക്കെ ബാധകമാണ്? ഇന്ത്യൻ റെസിഡൻസിനും ബാധകമാണ്. അതുപോലെ തന്നെ എന്താണ് മൗറീഷ്യസ് റെസിഡൻസിനും ബാധകമാണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ DTAA എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളൊരു സംവിധാനമാണ് ഇത് CBDT, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. നമുക്കറിയാം ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ? നമുക്കറിയാം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ഒരു പ്രത്യേക റെസൊല്യൂഷനിലൂടെ നിലവിൽ വരുന്ന സ്ഥാപനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ഒരു പ്രത്യേക റെസൊല്യൂഷനിലൂടെ നിലവിൽ വരുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്?
സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഇത് ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് സ്ഥാപിതമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇത് സ്ഥാപിതമാവുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇത് ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ്? ഇത് ഫൈനാൻസ് മിനിസ്റ്റർ, അതായത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ അണ്ടറിലാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് CBDT എന്താണ് ചെയ്യുന്നത്? ദ CBDT provides essential inputs for policy planning of direct taxes in India, at the same time also responsible for the administration of direct tax laws through the income tax department. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്താണ് ഉദാഹരണമായിട്ട് ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കുക. നമുക്കറിയാം ടാക്സ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ഏതാണ്? ഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. ഒന്നാമത്തെയാണ് ഇത് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്നുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണമായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അല്ലേ, നമ്മൾ ടാക്സ് കൊടുക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി കൊടുക്കുന്ന ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഡയറക്റ്റ് ടാക്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നു. ഓക്കെ, നമ്മൾ ടാക്സ് കൊടുക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി എന്താണ് കൊടുക്കുന്ന ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഡയറക്റ്റ് ടാക്സ്. ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഡയറക്റ്റ് ടാക്സ് ഏതൊക്കെ പെടുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതുപോലെ തന്നെ എന്താണ് കോർപ്പറേറ്റ് ടാക്സ്, ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? ഡയറക്റ്റ് ടാക്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഓൾറെഡി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുകയാണ് എന്നുള്ള ബോധ്യമില്ലാതെ നമ്മൾ കൊടുക്കുന്നതായ ടാക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഇൻഡയറക്റ്റ് ടാക്സ്. ഫോർ എക്സാമ്പിൾ അത് സെയിൽസ് ടാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം സെയിൽസ് ടാക്സ്, അല്ലെങ്കിൽ എന്താണ് സർവീസ് ടാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ GST, വാറ്റ്, ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ എന്താണ് അണ്ടറിൽ വരുന്നതായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവർ നോക്കുന്ന ഏതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്? ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആര് നോക്കുന്നത്? CBDT നോക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. എന്താണ്? ഖണ്ഡു മുഖ്രി വീരേശലിംഗമാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇദ്ദേഹം ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്? ഓക്കെ, അതായത് ഏപ്രിൽ 16-ാം തീയതി, ഓക്കെ ഏപ്രിൽ 16-ാം തീയതി എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ന്യൂസിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് വിളിക്കുന്നത് 16 ഏപ്രിൽ 1848 മുതൽ 27 മെയ് 1919 വരെയാണ്. ഓക്കെ, ഇദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ദി തെലുങ്കു റിനൈസൻസ് മൂവ്മെൻറ്റ് എന്നുള്ള പേരിലാണ് ആരറിയപ്പെടുന്നത്? ഇദ്ദേഹം അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റാം നമുക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, നമുക്ക് ന്യൂസിലേക്ക് പോവാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ത് ചെയ്തു നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു നോക്കിക്കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കാം. എന്താണ് ഇദ്ദേഹം? എന്താണ് ഒരു സോഷ്യൽ റിഫോമറാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്തായിരുന്നു? ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു. എവിടുത്തെ ആളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മദ്രാസ് പ്രസിഡൻസിൽ അല്ലേ, മദ്രാസ് പ്രസിഡൻസിൽ നമുക്കറിയാം പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് അന്ന് ആ സ്ഥലം, അതായത് നമ്മൾ ഈ ആന്ധ്രയൊക്കെ രൂപം കൊള്ളുന്ന മദ്രാസ് പ്രസിഡൻസി എന്നാണ് അല്ലേ. അപ്പോൾ മദ്രാസ് പ്രസിഡൻസിയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ മദ്രാസ് പ്രസിഡൻസിയിലുണ്ടായിരുന്ന ഒരു റൈറ്ററും അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ റിഫോമർ കൂടിയായിരുന്നു ആര് എന്ന് വിളിക്കുന്നത്? ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എവിടെ നിന്നാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബ്രഹ്മോ സമാജത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇദ്ദേഹത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ദി തെലുങ്കു റിനൈസൻസ് മൂവ്മെൻറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഏതൊക്കെ കാര്യങ്ങളിലാണ് ഏതൊക്കെ സോഷ്യൽ റിഫോംസുമായിട്ടാണ് ഇദ്ദേഹം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉദാഹരണമായിട്ട് എന്താണ് എഡ്യൂക്കേഷൻ ഓഫ് വുമൻസ്, അതായത് എന്ത് ചെയ്യുക സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ തന്നെ റീമാരേജ് ഓഫ് വിഡോസ് അല്ലേ വിധവകൾക്ക് എന്ത് ചെയ്യുക വീണ്ടും കല്യാണം നടത്തി കൊടുക്കുക. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കണം ആ കാലഘട്ടത്തിൽ ഈ വിഡോ റീമാരേജ് ആക്ട് അല്ലെങ്കിൽ വുമൺ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലും നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും സൊസൈറ്റി പോലും അംഗീകരിക്കാത്ത കാര്യമായിരുന്നു അത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് മാരേജിനെതിരായിട്ടും അതുപോലെ തന്നെ എന്താണ് ഡൗറി സിസ്റ്റത്തിനെതിരായിട്ടും എന്താണ് പ്രവർത്തിച്ച വ്യക്തിയാണ്.
അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഡോളേശ്വരത്തിൽ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1874. അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹം എന്ത് കൺസ്ട്രക്ട് ചെയ്തു? 1887 എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്? ബ്രഹ്മോ മന്ദിർ എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്ട്രക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. പിന്നെ 1908 ഇദ്ദേഹം എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഹിതകരുണി സ്കൂൾ എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്യുന്നത് എവിടെ? ആന്ധ്രാപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നോവലാണ് ഏത്? രാജശേഖര ചരിതമു എന്ന് പറയുന്നത്. ഇതിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? തെലുങ്കു ലിറ്ററേച്ചറിലെ ഫസ്റ്റ് നോവലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ കണക്കാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് ആരുടെ പ്രത്യേകത? ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ്. എന്താണ് നെക്സ്റ്റ് ന്യൂസ്? ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്സ് ഫ്രം ദി സെൻറ്റർ. ഇതാണ് ന്യൂസ്. നമുക്ക് നോക്കാം എന്താണ്. റീസെൻ്റ്ലി ദ തമിഴ്നാടു ഗവൺമെൻറ് ഹാസ് ഫിൽഡ് എ സ്യൂട്ട് ടു ദ സുപ്രീം കോർട്ട് claiming that center is withholding the National Disaster Relief Fund NDRF after the cyclone Michung and consequent floods hit the state in December 2023. അതായത് നമുക്കറിയാം 2023 ഡിസംബറിൽ തമിഴ്നാട്ടിൽ ഫ്ലഡ് അല്ലെങ്കിൽ സൈക്ലോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഫണ്ട്, അതായത് എന്താണ്, നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ് അഥവാ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണം? എമൗണ്ട് കൊടുക്കാനുണ്ട്, പക്ഷേ ആ എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല? കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നിലവിൽ ആരെ സമീപിച്ചിട്ടുള്ളത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്താണ് സമീപിച്ചിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് ന്യൂസ് വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ SDRF അഥവാ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് വിളിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 48 ക്ലോസ് 1 ക്ലോസ് എ 48 ക്ലോസ് 1 ക്ലോസ് എ പ്രകാരം 2005 എന്ത് ചെയ്യുന്നത്? ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇത് 13ാമത്തെ ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഇത് ഇത്തരമൊരു അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ത് ചെയ്യുന്നത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി ഈ ഫണ്ടിൻ്റെ പ്രൈമറി അവൈലബിലിറ്റി എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? The state government for responses to notified disasters meet expenditure for providing immediate relief. അതായത് എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്നൊരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എമൗണ്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരമൊരു ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ആരാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ CAG അല്ല, നമുക്ക് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എക്കണോമിക്സ് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുള്ള ഒരു പോസ്റ്റാണ് ഇത് CAG എന്ന് പറയുന്നത്. ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് വർഷം എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക? ഓഡിറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ ഫണ്ടിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? നമുക്കത് കോൺട്രിബ്യൂഷൻ നോക്കാം. The 75% of the SDRF allocation for general category, okay, states and union territories, and 90% for special category states and union territories, northeastern states, Sikkim, Uttarakhand, Himachal Pradesh and Jammu Kashmir. അതായത് നോർമൽ സ്റ്റേറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറീസും ആണെങ്കിൽ എന്താണ് 75% കോൺട്രിബ്യൂഷനാണ് ആര് കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ചില പ്രത്യേക കാറ്റഗറിയിൽപ്പെടുന്ന സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് 90% ആര് കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി ഈ ഫണ്ടിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് കവർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? സൈക്ലോൺസ്, ഡ്രോട്ട്, എർത്ത് ക്യുക്ക്, ഫയർ, ഫ്ലഡ്, സുനാമി, ഹെയിൽ സ്ട്രോംസ്, ലാൻഡ് സ്ലൈഡ്സ്, അവലാൻച്ചസ്, ക്ലൗഡ് ബസ്റ്റേഴ്സ്, പെസ്റ്റ് അറ്റാക്സ്, ഫോറസ്റ്റ് ആൻഡ് കോൾഡ് വേവ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫണ്ടിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ. ഇനി ലോക്കൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? 10% of the fund available under the SDRF for the providing immediate relief to the victim of natural disasters that they consider to be disasters within the local context of the state. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ള ലോക്കൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? 10% എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ എന്താണ്? പൂർണ്ണമായിട്ടും എന്താണ്?
അവകാശമുണ്ട്. ഓക്കെ, അതായത് ഏത് ലിസ്റ്റ് ചെയ്യാത്തത്? ഡിസാസ്റ്റേഴ്സ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. നോട്ടിഫൈ ചെയ്യാത്ത ഡിസാസ്റ്റേഴ്സ് വരികയാണ്. ലോക്കൽ ഡിസാസ്റ്റേഴ്സ് വരികയാണെങ്കിൽ ടോട്ടൽ ഫണ്ടിൻ്റെ 10% എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ സാധിക്കും എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. എന്താണ്? പാസ്പോർട്ട് റിവോക്കേഷൻസ് ഓഫ് ഗോൺസ്. എന്താണ്? റീസെൻ്റ്ലി എ മെമ്മറാണ്ടം ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് MEA has led to the revocation of passports more than 100 people from Goa in the past few months. അതായത് ഗോവയിലുള്ള എന്താണ് ഏകദേശം 100-ൽ കൂടുതൽ ആളുകളുടെ എന്താണ് പാസ്പോർട്ട് റിവോക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ്? These people who may not have been known about the memorandum are accused of hiding important information when they try to surrender their passport after becoming citizens of Portugal. ഓക്കെ, ഇതാണ് ന്യൂസിൽ. അതായത് പോർച്ചുഗൽ സിറ്റിസൺസ് ആയതുകൊണ്ട് തന്നെ അവരെന്താണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗോവയിലെ പോർച്ചുഗീസ് റൂള്. ഗോവ സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഗോവ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1510 മുതൽ 1961 വരെ ഇതെന്തായിരുന്നു? ഒരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു. The small coastal area was conquered by Afsano de Alcuri and became the vital trade hub of the eastern spice trade. Primarily, Goa served as the capital of the entire Portuguese Empire east and the Cape of Good Hope for 450 years. ഏകദേശം 450 വർഷത്തേക്ക് എന്താണ് നമുക്കറിയാം അതെന്തായിരുന്നു? ഗോവ എന്ന് പറയുന്നത് എന്താണ്? പോർച്ചുഗീസ് അണ്ടറിലാണ്. പിന്നെ ചരിത്രം പറയുന്നത് എന്താണ്? ഇൻ 1940s ഇന്ത്യ മൂവ്ഡ് ക്ലോസർ ടു ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. ദ ഫൈറ്റ് ഫോർ ദ ഫ്രീഡം ഇൻ ഗോവ ബിഗിൻ. അതുപോലെ തന്നെ എന്താണ് 1940-കളിലാണ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ശക്തമാക്കുന്നത്. അതേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഗോവയും ശക്തമാക്കുന്നുണ്ട്. ഫൈനലി 9th December 1961, മോർ ദാൻ 4 centuries ആഫ്റ്റർ ഇറ്റ്സ് കൊളോണിയലിസം, ഗോവ വാസ് ഫ്രീഡ് ഫ്രം പോർച്ചുഗീസ് റൂൾ. 1961 എന്ത് ചെയ്തു? ഗോവ പോർച്ചുഗീസ് റൂളിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തമാവുകയും ഇൻഡിപെൻഡൻസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ന്യൂസിൽ വരാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാനുള്ളൊരു അല്ലെങ്കിൽ നമുക്ക് ചോദ്യം വരാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 കാർഡുകളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്ന് PIO കാർഡും ഒന്ന് OCI കാർഡും. ഓക്കെ, അഥവാ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതുപോലെ തന്നെ എന്താണ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യയും. നമുക്ക് നോക്കി നോക്കാം എന്താണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ഫോറിൻ സിറ്റിസൺ എക്സ്പെക്ട് എ നാഷണൽ ഓഫ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക ആൻഡ് നേപ്പാൾ. അതായത് എന്താണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ അല്ലാത്ത സിറ്റിസൺസിനാണ് ഇത് ബാധകം എന്നാണ് പറയുന്നത്. എ ഫോറിൻ സിറ്റിസൺ ഹൂസ് വൺ ഓഫ് ദ പാരൻറ്റ് or grandparent, great grandparent was born and permanent residence of India. അതായത് ഈ രാജ്യങ്ങളല്ലാതെ ഞാനിപ്പോൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ രാജ്യങ്ങളിലല്ലാത്ത ഏതെങ്കിലും ഒരു ഫോറിൻ്റെ പാരൻറ്റോ ഗ്രാൻഡ് പാരൻറ്റോ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻറ്റോ ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യയിൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഹൂ ഈസ് ദ സ്പൗസ് ഓഫ് ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ APIO. അതുപോലെ തന്നെ എന്താണ് സ്പൗസ് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുന്നതാണ് ഏതെന്ന് വിളിക്കുന്നത്? ഈ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് PIO കാർഡ് ഹോൾഡേഴ്സ് ഡു നോട്ട് റിക്വയർ എ വിസ ടു വിസിറ്റ് ഇന്ത്യ ഫോർ ദ പീരീഡ് ഓഫ് 15 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ PIO കാർഡ്. അതായത് ഒരാൾക്കൊരു PIO കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 15 വർഷത്തേക്ക് ഇന്ത്യയിലേക്ക് വരാൻ അദ്ദേഹത്തിന് എന്തിൻ്റെ ആവശ്യമില്ല? വിസയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം രജിസ്ട്രേഷൻ അറ്റ് FRO ഇൻ ദയർ സ്റ്റേ ഡസ് നോട്ട് എക്സീഡ്സ് 180 days. അതായത് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ താമസിക്കുന്ന സമയം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ താമസിക്കുന്ന സമയം ഒരു 180 ദിവസത്തിൽ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തിൻ്റെ ആവശ്യമില്ല? ഈ FRO അല്ലെങ്കിൽ FROയിലൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കേസ് ദ സ്റ്റേ എക്സീഡ്സ് 180 days, ദേ ഷാൾ ഹാവ് ദ രജിസ്റ്റർ വിത്ത് FRO വിത്തിൻ നെക്സ്റ്റ് 30 days. അതായത് ഇനിയിപ്പോൾ 180 ദിവസത്തിൽ കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത 30 ദിവസത്തിനുള്ളിൽ അവരെന്താണ് FROയിലോ അല്ലെങ്കിൽ FROയിലോ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുണ്ട് നിർബന്ധമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ചില ബെനിഫിറ്റുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിന് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക?
നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി വേണമെങ്കിൽ ചോദിക്കാം എന്താണ് FRRO എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ചെയ്ത് വയ്ക്കാം. ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ് ആണ്. ഓക്കെ, ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്? FRRO എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി FRO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് FRO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? FRO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏകദേശം സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസാണ്. ഓക്കെ, ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസാണ് ഏത് എന്ന് വിളിക്കുന്നത്? FRO എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ദേ എൻജോയ് പാരിറ്റി വിത്ത് NRIs ഇൻ എക്കോണമിക്, ഫൈനാൻഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്. അതായത് നമ്മൾ NRIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം NRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് ആണ് അല്ലേ? ഇവർ ഈ NRIs നമ്മൾ പല ബെനിഫിറ്റുകൾ കൊടുക്കാറുണ്ട്. നമ്മൾ അവരുടെ നിന്ന് ടാക്സ് വാങ്ങാറില്ല അല്ലേ? അങ്ങനെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന എക്കോണമിക്, ഫൈനാൻഷ്യൽ, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ആർക്കും കിട്ടും, ഇവർക്ക് കിട്ടും. ആൻഡ് all future benefit would be exempted to NRIs would also be available to the PIO card holders എന്നുള്ള മാറ്റ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ്. ഇനി പിന്നെ വരുന്നതാണ് ഏത്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന OCI. അതായത് എന്താണ് പറയുന്നത്? എ ഫോറിൻ നാഷൻ ഹു വാസ് എലിജിബിൾ ടു ബിക്കം സിറ്റിസൺ ഓഫ് ഇന്ത്യ on 26/1/1951 or was a citizen of India or at any time after the 26/1/1950 or belonging to the territory that become part of after 5847 is eligible for registration of overseas citizen of India. ഏറ്റവും സിമ്പിളാക്കി മനസ്സിലാക്കിയാൽ മതി. ആരാണോ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവാൻ യോഗ്യൻ? ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണ്? 26/1/1950 ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി അല്ലേ? അല്ലെങ്കിൽ 26/1/1950 ശേഷം ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ എന്താണ് 15/8/1947 ശേഷം ഇന്ത്യയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകുകയും പിന്നീട് സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയാം, ഈ ഡേറ്റ് ഒന്നും നിങ്ങൾ ആദ്യം നോക്കണ്ട. ആരാണോ ഇന്ത്യൻ സിറ്റിസൺ ആവാൻ യോഗ്യൻ, ഓക്കെ, ആരാണോ ഇന്ത്യൻ സിറ്റിസൺ ആവാൻ യോഗ്യൻ അവരെന്തിനും യോഗ്യനാണ്? OCI കാർഡ് ഹോൾഡർ ആവാനും എന്താണ്? യോഗ്യനാണ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ മൈനർ ചിൽഡ്രൻ ഓഫ് സച്ച് പേഴ്സൺസ് ആർ ആൾസോ എലിജിബിൾ ഫോർ OCI അല്ലേ? അതായത് ആരെങ്കിലും OCI കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് താഴെ 18 വയസ്സിന് താഴെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയും ഇതിന് ഉദാഹരണമാണ്. ഹവർ ഇഫ് ദ അപ്ലിക്കൻറ്റ് ഹാഡ് എവർ ബീൻ എ സിറ്റിസൺ ഓഫ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഹി വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ OCI. അതായത് എന്താണ്? ഇനി പാകിസ്ഥാനിലെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ സിറ്റിസൺസ് ആണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാറില്ല? OCI കാർഡ് എന്ത് ചെയ്യാറില്ല? കൊടുക്കാറില്ല. ഓക്കെ, പാകിസ്ഥാനിലെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെയോ സിറ്റിസൺസ് ആണെങ്കിൽ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യില്ല? OCI കാർഡ് എന്ത് ചെയ്യില്ല? പ്രൊവൈഡ് ചെയ്യില്ല. ഇനി എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വിളിക്കുന്നത്? ദ OCI ആർ എൻടൈറ്റിൽഡ് ടു മൾട്ടി പർപ്പസ് മൾട്ടിപ്പിൾ എൻട്രി ലൈഫ് ലോങ് വിസ അലോവിംഗ് ദം ദ വിസിറ്റ് ഇന്ത്യ അറ്റ് എനി ടൈം ഫോർ എനി ലെങ്ത് ഓഫ് ടൈം ആൻഡ് ഫോർ എനി പർപ്പസ്. അതായത് നമ്മൾ പഠിച്ചു PIO കാർഡ് എന്ന് പറയുന്നത് അല്ലേ? PIO കാർഡ് എന്ന് വിളിക്കുന്നത് എന്താണ്? 15 വർഷത്തേക്ക് വിസ വേണ്ടെന്നാണ് പഠിച്ചു. ഓക്കെ, PIO കാർഡിൻ്റെ പ്രത്യേകത എന്താണ്? 15 വർഷത്തേക്ക് എന്ത് ചെയ്യണ്ട? വിസ വേണ്ട എന്നുള്ളതാണെങ്കിൽ OCI കാർഡിൻ്റെ പ്രത്യേകത എന്ന് വിളിക്കുന്നത് എന്താണ്? ലൈഫ് ലോങ് ആ വ്യക്തിക്ക് ഇന്ത്യയിലേക്ക് വരാൻ എന്തിൻ്റെ ആവശ്യമില്ല? വിസയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അത് മൾട്ടിപ്പിൾ ടൈംസ് വരാം, അതൊന്നും എന്തല്ല പ്രശ്നമല്ല. എക്സംപ്റ്റഡ് ഫ്രം പോലീസ് റിപ്പോർട്ടിംഗ് ഫോർ എനി ലെങ്ത് ഓഫ് സ്റ്റേ ഇൻ ദ കൺട്രി. അതുപോലെ തന്നെ എത്ര കാലം ഇന്ത്യയിൽ ജീവിക്കുകയാണെങ്കിലും എവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല? പോലീസ് റിപ്പോർട്ടിങ്ങിൻ്റെ എന്തില്ല? ആവശ്യമില്ല. ആൻഡ് ഹാവ് ആൾസോ ബീൻ ഗ്രാൻറ്റഡ് ഓൾ റൈറ്റ്സ് ഇൻ ദ ഇക്കോണമിക്, ഫൈനാൻഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫീൽഡ്സ് പ്രിയോറിറ്റി വിത്ത് NRIസിന് കൊടുക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PIO കാർഡിൽ കൊടുക്കുന്ന പോലെ തന്നെ ഫൈനാൻഷ്യൽ, എഡ്യൂക്കേഷണൽ, എക്കോണമിക് ആയിട്ടുള്ള എന്താണ് പല അവകാശങ്ങളും ഇവർക്ക് കൊടുക്കും.
എക്സ്പെക്ട് ദ റൈറ്റ് ടു അക്വിസിഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്ലാന്റേഷൻ പ്രോപ്പർട്ടി. പക്ഷേ രണ്ട് കാര്യങ്ങൾ കൊടുക്കില്ല. എന്താണ്? അതായത് ഇന്ത്യയിൽ എന്താണ് അഗ്രികൾച്ചർ പ്ലാന്റേഷൻ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ് ഇവരെ ഒഴിച്ചു നിർത്തിയിരിക്കുന്ന. ബാക്കിയുള്ള എല്ലാം എന്താണ് ഏകദേശം ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് എന്താണ് PIOയും ആൻഡ് OCIയും വരുന്നു. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് എന്ത് ചെയ്യുക നോക്കി വയ്ക്കാം. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആദ്യം രണ്ടും രണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് 2015 ഓക്കെ 2015 ജാനുവരി 9 നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആദ്യം നമ്മൾ പഠിച്ച PIO കാർഡും അതുപോലെ തന്നെ OCI കാർഡും പരസ്പരം എന്ത് ചെയ്തു മേർജ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, PIO കാർഡും അതുപോലെ തന്നെ എന്താണ് OCI കാർഡും എന്താണ് പരസ്പരം മേർജ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? നെക്സ്റ്റ് ന്യൂസ് മഹാവീർ ജയന്തി. ഓക്കെ, എന്താണ് നെക്സ്റ്റ് ന്യൂസ്? എന്താണ് മഹാവീർ ജയന്തി. നമുക്ക് നോക്കാം. റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇനാഗ്രേറ്റഡ് 2550th ഭഗവാൻ മഹാവീർ നിർവാൺ മഹോത്സവ് ഓൺ ദ ആസ്പീഷ്യസ് ഓഷൻ ഓഫ് മഹാവീർ ജയന്തി. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. നമുക്കറിയാം ഈ ജെയിൻസ് പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. 5 കല്യാണകാസാണ് സെലിബ്രേറ്റ് ചെയ്യുക, അതായത് പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. തീർത്ഥങ്കരാസ് മഹാവീർ സ്വാമിജിയുമായി ബന്ധപ്പെട്ട എന്താണ് ഒന്നാമത്തെ വരുന്ന ഏതാണ്? ചൈവണ അഥവാ ഗർഭ കൺസംഷൻ. പിന്നെ ഏതാണ്? കല്യാണക് ജന്മ ബർത്താണ്. പിന്നെ വരുന്ന ഏതാണ്? കല്യാണക് ദീക്ഷ റിനൗൺസിയേഷൻ. പിന്നെ വരുന്ന ഏതാണ്? കല്യാണക് കവലജന്മ അത് പറഞ്ഞ എന്താണ് ഓംനിഷ്യൻസ്. ആൻഡ് കല്യാണക് നിർവാണ ലിബറേഷൻ അൾട്ടിമേറ്റ് സാൽവേഷൻ ഒക്കെയാണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ന്യൂസ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ പ്രധാനമായിട്ടും നോക്കാനുള്ള ആരെക്കുറിച്ചാണ്? വർദ്ധമാന മഹാവീരെക്കുറിച്ചാണ്. ഓക്കെ, ദ 24th ആൻഡ് ലാസ്റ്റ് തീർത്ഥങ്കര സക്സീഡ് 23rd തീർത്ഥങ്കര പ്രശ്വന്ത. അതായത് എന്താണ് ഇദ്ദേഹം എന്താണ് 24ാമത്തെ തീർത്ഥങ്കരനായിട്ടാണ് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം എന്താണ് ജൈനസത്തിൻ്റെ ഫൗണ്ടറായിട്ടാണ് ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്താണ് 24ാമത്തെ തീർത്ഥങ്കരൻ മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ ബർത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദ കിങ് സിദ്ധാർത്ഥ ഓഫ് കുണ്ടലഗ്രാമ ആൻഡ് ക്യൂൺ ത്രിശാല ഓഫ് ലിച്ചുലി പ്രിൻസസ് ഇവരുടെ മകനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത്. ഇൻ 6th century BC വാജി കിങ്ഡം മോഡേൺ ഡേ വൈശാലി ബീഹാറിലാണ് ബർത്ത്. അതുപോലെ തന്നെ ഏത് ഡൈനാസ്റ്റിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇക്ഷാവു ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടാണ് ജനിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ലൈഫിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഏകദേശം 30ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് 42ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു കൈവല്യം എന്ത് ചെയ്യുന്നു അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സർമൺ പാട്നയിലെ നിയർ പാവനയിൽ വെച്ചിട്ട് ഇപ്പോൾ പാട്ന അവിടുത്തെ പാവനയിൽ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഡെലിവർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് എ സിംബൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് എവരി തീർത്ഥങ്കര മഹാവീർ സിംബൽ വാസ് എ ലയൺ. അതുപോലെ തന്നെ എന്താണ് എല്ലാ തീർത്ഥങ്കരും അവരുടേതായ സിംബൽ ഉണ്ടാവും. മഹാവീറിൻ്റെ സിംബൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു ലയൺ ആയിരുന്നു സിംബൽ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ ഡെത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ബിലീവ്ഡ് ബി പാസ്ഡ് ബൈ ദ അറ്റൈൻഡ് മോക്ഷ അറ്റ് ദ ഏജ് ഓഫ് 72. അതായത് 5th century BC അദ്ദേഹത്തിൻ്റെ 72ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ഓക്കെ, എന്ത് ചെയ്തു മോക്ഷം കൈവരിച്ചു എന്നാണ് അവരുടെ ഭാഷയിൽ പറയാം. അതുപോലെ തന്നെ എവിടെ വെച്ചാണ് മരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പാവപുരി, അതായത് മോഡേൺ ഡേയിൽ രാജ്ഗീർ ബീഹാറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് മരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്ന ടൈറ്റിൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ടൈറ്റിലാണ് ഇത് മഹാവീര. അതുപോലെ തന്നെ പിന്നെ കൊടുത്തൊരു ടൈറ്റിലാണ് ജനത ജിതേന്ദ്രിയ ഹു കോൺക്വേർഡ് ഓൾ ഹിസ് സെൻസസ്. അതുപോലെ തന്നെ എന്താണ് നിഗർത്തന ഹൂ ഈസ് ഫ്രീ ഫ്രം ഓൾ ബോൺസ്. ഈ ടൈറ്റിൽസാണ് കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് അതായത് ജെയിൻ എഗ്മെൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെന്താണ് അഹിംസ നോൺ വയലൻസ്, സത്യ ട്രൂത്ത്, അഷ്ടേയ നോൺ സ്റ്റീലിംഗ്, അതുപോലെ തന്നെ അപഗ്രഹ നോൺ അറ്റാച്ച്മെൻറ്റ്, ബ്രഹ്മചാര്യ എന്താണ് ചേഷ്ടി
പ്രപ്പോൺസ്ഡ് ബൈ മഹാവീര. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് ടീച്ചിങ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത് അല്ലേ. നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് അല്ലേ, ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. ഇതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് വണ്ണാണ്, നെക്സ്റ്റ് ന്യൂസ് നോക്കാം. എന്താണ് ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി പാർട്ടീസ് ആണ്. എന്താണ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് WHO ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ സ്റ്റാൻഡേർഡൈസ്ഡ് ടേം ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി പാർട്ടീസ് IRPs to be described pathogens transmission through the air. ഓക്കെ, അതായത് എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാത്തോജൻസിനെ കുറിച്ച് എന്താണ് WHO എന്താണ് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടേം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ദിസ് മൂവ് എയിംസ് ടു യൂണിഫൈ ടെർമിനോളജി അക്രോസ് സെക്ടേഴ്സ്, എൻഹാൻസിങ് സയൻറ്റിഫിക് ആൻഡ് പോളിസി guidelines while improving public communication regarding the respiratory infections like COVID-19, influenza, measles, Middle East respiratory syndrome, cervical acute respiratory syndrome and ട്യൂബർക്കുലോസിസ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം എയറിലൂടെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഡിസീസസ് ഉണ്ട് അല്ലേ, അതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ന്യൂസ് വന്നിരിക്കുന്നത്. ഓക്കെ, ദ WHO's ക്ലാരിഫിക്കേഷൻ ഡിസ്റ്റിങ്വിഷസ് IPR ഫ്രം പ്രീവിയസ്ലി യൂസ്ഡ് ടേംസ് ലൈക്ക് എയറോസോൾസ്. അതായത് മുമ്പ് ഇതിനെ എന്ത് പേരിലാണ് വിളിച്ചിരുന്നത്, എയറോസോൾസ് എന്ന പേരിലോ അല്ലെങ്കിൽ എന്താണ് ഡ്രോപ്ലെറ്റ്സ് എന്ന പേരിലാണ് വിളിച്ചിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതിന് പകരമാണ് ഇപ്പോൾ എന്താണ് പുതിയൊരു പേര് കൊടുത്തിട്ടുള്ളതായിട്ട്, സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം കൊടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുക. അത്രേ ന്യൂസ് ഉള്ളൂ, അല്ലാണ്ട് വലിയ രീതിയിൽ അവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വണ്ണാണ് ദ ചെന്നൈ വീരണം ലേക്ക്. എന്താണ് അക്കോർഡിംഗ് ടു ദ ഡാറ്റ ഫ്രം ദ ചെന്നൈ മെട്രോപൊളിറ്റൻ വാട്ടർ സപ്ലൈ ആൻഡ് സേവറേജ് ബോർഡ്, വീരണം ലേക്ക് എ പ്രൈമറി വാട്ടർ സോഴ്സ് ഓഫ് ചെന്നൈ ഹാസ് ഡ്രൈഡ് അപ്പ്. അതായത് എന്താണ് ചെന്നൈയുടെ ഒരു പ്രൈമറി വാട്ടർ സോഴ്സ് ആണ് ഏത് വീരണം ലേക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ചൂട് ഭയങ്കര കൂടുതലാണ്, അത് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി അവരെക്കുറിച്ചുള്ള നമുക്ക് നോക്കാം. വീരണം ലേക്ക് ഈസ് എ വൈറ്റൽ വാട്ടർ സോഴ്സ് ഫോർ ചെന്നൈ. അതായത് എന്താണ് ചെന്നൈയിലേക്കുള്ള വാട്ടർ സപ്ലൈയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ലേക്കാണ് ഏത് വീരണം ലേക്ക് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്, തമിഴ്നാട്ടിലെ കൊടുലൂർ ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുന്നത് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് മാൻ മെയ്ഡ് ലേക്സ് ഇൻ ദ വേൾഡ് വിത്ത് ലെങ്ത് ഓഫ് 14 കിലോമീറ്റർ. അതായത് മാൻ മെയ്ഡ് ലേക്കാണ് ഇത്, ലോങ്ങസ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാൻ മെയ്ഡ് ലേക്കുകളിലൊന്നാണ്. ഏകദേശം എന്താണ് 14 കിലോമീറ്ററാണ് എന്താണ് ഇതിൻ്റെ ഡേറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ദ സോഴ്സ് ഓഫ് വീരണം ഈസ് ദ ലിവർ ഈസ് കോളി ഡാം വിച്ച് ഈസ് ഇൻ ദ നോർത്ത് distributary of the Kaveri river where the Vadaveru river links with the both Veeranam and Koldam. ഇതാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതെപ്പോഴാണ് ബിൽഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 907-955 AD എന്ത് ചെയ്യുന്നത് ചോള പ്രിൻസസ് ആയ രാജാത്യ ചോള ഇത് എന്ത് ചെയ്യുന്നത് ബിൽഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഹി നെയ്മഡ് ദിസ് വാട്ടർ ബോഡി ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ടൈറ്റിൽ വീരനായകൻ. അദ്ദേഹത്തിൻ്റെ ഫാദർ ടൈറ്റിലാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഹിസ്റ്റോറിക്കൽ നോവലായ പൊന്നിയൻ സെൽവൻ ബൈ കൽക്കിയിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് ഇത് IRDI. എന്താണ് ന്യൂസ് വന്നിരിക്കുന്നത് റീസെൻ്റ്ലി ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, എന്താണ് IRDAI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഹാസ് lifted age ceiling buying medical insurance policy, a move that widens the insurance net and provide huge relief for senior Indians. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഇതാണ് ന്യൂസ്. നമുക്കിവിടെ നോക്കാനുള്ള ആരെക്കുറിച്ചാണ് IRDAI കുറിച്ചാണ്. IRDAI എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ. നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയുള്ളൂ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഇനി ഇത് ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് IRDA ആക്ടിൻ്റെ അണ്ടറിൽ എന്താണ് അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 1999 അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനം വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. അതായത് എന്താണ് ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിൻ്റെ എന്താണ് ഡെവലപ്മെൻറ്റ് സൂപ്പർവിഷനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവരുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്നത്. ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് അതോറിറ്റി ആർ ലൈ ഡൗൺ ദി IRDA ആക്ട് 1999 ആൻഡ് ഇൻഷുറൻസ് ആക്ട് 1938. അതായത് എന്താണ് IRDA ആക്ട് 1999 പ്രകാരവും അതുപോലെ തന്നെ ഇൻഷുറൻസ് ആക്ട് 1938 പ്രകാരവുമായിരിക്കും ഇവരെന്താണ് പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അതിൽ IRDA ആക്ട് എന്താ നമ്മൾ നോക്കി. ദ ഇൻഷുറൻസ് ആക്ട്
1938 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ പ്രിൻസിപ്പൽ ആക്ട് ഗവേണിംഗ് ദ ഇൻഷുറൻസ് സെക്ടർ ഇൻ ഇന്ത്യ. It provides the powers to IRDAI to frame regulations which lay down the regulatory framework for supervision entitles operating in the insurance sector. അതായത് ഈ ആക്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IRDAIക്ക് എന്താണ് അധികാരങ്ങൾ അല്ലെങ്കിൽ പവേഴ്സ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇൻഷുറൻസ് സെക്ടറിൽ, ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് സെക്ടറിൽ ഏതെങ്കിലും ലോസ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് അധികാരം കൊടുക്കുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ദ ഇൻഷുറൻസ് ആക്ട് 1938 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അധികാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് എന്താണ്? ജിയോ ഫെൻസിങ്. എന്താണ് ജിയോ ഫെൻസിങ്? ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വെബ്സൈറ്റ് ഹാസ് ബീൻ ബ്ലോക്ക്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ ദ മന്ത്സ് ഓഫ് സെക്യൂരിറ്റി റീസൺസ്. അതായത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, പല പല ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള പല പല വെബ്സൈറ്റുകളും കുറച്ച് മാസത്തേക്ക് ബ്ലോക്ക് ചെയ്തിരുന്നു. ഓക്കെ, അതിൽ എന്താണ്? ജിയോ ഫെൻസ്ഡ് സൈറ്റ്സ് ഇൻക്ലൂഡ് ദ ഇലക്ഷൻ കമ്മീഷൻസ് ഹോം പേജ്, ഇറ്റ്സ് വോട്ടർ രജിസ്ട്രേഷൻ പോർട്ടൽ ആൻഡ് ഇറ്റ്സ് റൈറ്റ് ടു ഇൻഫോർമേഷൻ പോർട്ടൽ. But the results portal, which reports the outcome of all polls election administrations, remains accessible. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് ജിയോ ഫെൻസിങ്. ഓക്കെ, ഇനി എന്താണ് ജിയോ ഫെൻസിങ് എന്നുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? ജിയോ ഫെൻസിങ് മീൻസ് സെക്യൂരിറ്റി ബൈ ഒബ്സ്ക്യൂരിറ്റി എന്നാണ്. അതായത് എന്താണ്? ഇറ്റ് മെഷേഴ്സ് വിച്ച് അലൗസ് ദോസ് റണ്ണിങ് വെബ്സൈറ്റ് ടു ഇവേഡ് ദ മോസ്റ്റ് ഡയറക്റ്റ് ഫോംസ് ഓഫ് സൈബർ അറ്റാക്സ് ഫ്രം ദ എബ്രോഡ് ബൈ ബീയിങ് ഫുള്ളി ഇൻആക്സസിബിൾ. അതായത് ഇപ്പോൾ ഇതിൽ പല സൈറ്റുകളും എബ്രോഡിൽ നിന്ന് ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇൻആക്സസിബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് സെക്യൂരിറ്റി കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്? ജിയോ ഫെൻസിങ്. അതായത് എന്താണ്? ജിയോ ഫെൻസിങ് മേക്ക് സെർച്ച് എൻജിൻസ് ലെസ് എഫക്റ്റീവ് അറ്റ് ഇൻഡെക്സിങ് സെർച്ച്ഡ് പേജസ് ആൻഡ് ടേണിംഗ് ദം അപ്പ് ദ റിസൾട്ട്. അതായത് ഈ സെർച്ച് എൻജിൻസ് എന്താണ്? ലിമിറ്റഡ് റിസൾട്ട് മാത്രമേ കാണിക്കുള്ളൂ. നമ്മൾ എന്തിനെക്കുറിച്ചാണോ സെർച്ച് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ലിമിറ്റഡ് റിസോഴ്സസ് മാത്രം കാണിക്കുന്ന സംവിധാനമാണ് ഇത് ജിയോ ഫെൻസിങ്. അതായത് ഗുഡ് ഫെയ്ത്ത് സെക്യൂരിറ്റി റിസർച്ചേഴ്സ് ആർ ഓൾസോ പ്രിവെൻറ്റഡ് ഫ്രം ഫ്ലാഗിങ് വൾണറബിൾ വൈൽ പ്രോബ്ലേറ്റിംഗ് സൈറ്റ് ഫ്രം എബ്രോഡ്. അതായത് നമ്മളിപ്പോൾ ഒരു സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോൾ പല പല സൈറ്റുകൾ കിട്ടും, പക്ഷേ അതിൽ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സൈറ്റുകൾ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു കൂട്ടം റിസർച്ചേഴ്സ് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ജിയോ ഫെൻസിങ് എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ടേം ഓർത്ത് വയ്ക്കുക, എന്താണ് ജിയോ ഫെൻസിങ് എന്നുള്ള കാര്യം ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് എന്താണ്? വുമൺ നേവി ഓഫീസേഴ്സ് ഇൻ ട്രാൻസോഷ്യൻസ് എക്സ്പെഡിഷൻസ്. എന്താണ്? റീസെൻ്റ്ലി ദ ഇന്ത്യൻ നേവൽ സീലിംഗ് വെസൽ INSV Tarini returned to her base port at the Goa after historic transonic expedition of nearly 2 months by 2 women officers of the Indian Navy. ഇതെന്താണ് ന്യൂസായിട്ട് വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ന്യൂസ്. The journey including interactions with Mauritian officials and training Sochi with the Mauritius Coast Guard, strengthening the ties between the two nations. Okay, and the accomplishment signs the Indian Navy dedication to gender equality and empowering women maritime roles. അതായത് വുമൻസിൻ്റെ എംപവർമെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ മാരിടൈം റോൾസിനും കൂടി ഇപ്പോൾ ആര് ഇന്ത്യൻ നേവി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വുമൻസിനെ ഇൻക്ലൂഡ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദ ഓഫീസേഴ്സ് ആർ നൗ പ്രിപ്പയറിംഗ് ഫോർ ദെയർ നെക്സ്റ്റ് അഡ്വഞ്ചർ. അതായത് എന്താണ്? എ ഗ്ലോബൽ സർക്കും നാവിഗേഷൻ എക്സ്പെഡീഷൻ കോൾഡ് സാഗർ പരിക്രം ഫോർ ഷെഡ്യൂൾഡ് ഫോർ September 2024 എബ്രോഡ് INSV തരിണി എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ക്ലിയർ. എന്താണ് INSV തരിണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡ് സൈൽ ബോട്ടാണ്. ഇന്ത്യൻ നേവിയുടെ എന്താണ്? സെക്കൻഡ് സൈൽ ബോട്ടാണ് INSV മെഹദിക്ക് ശേഷം. ഇറ്റ് ഈസ് നോൺ ആസ് circumnavigating the globe on the all-woman officer crew in the historic expedition titled Naviga Sagar Parikram in 2017 എന്നുള്ളതും എന്താണ് ഇതിൻ്റെ പ്രത്യേകതയാണ്. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇലക്ടോറൽ റിഫോംസ് എന്നുള്ള പേരിൽ. ഓക്കെ, നിലവിൽ എന്താണ് ലോക്സഭ ഇലക്ഷൻസ് തന്നെയാണ് അല്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യയിലെ ഇലക്ടോറൽ റിഫോംസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് 1996 മുമ്പ് എന്തായിരുന്നു ഇലക്ടോറൽ റിഫോംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലാദ്യം നമ്മൾ വരുന്നത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ഓക്കെ, 1969 എന്ത് ചെയ്യുന്നത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് വരുന്നത്.
പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഇലക്ഷൻ മത്സരിക്കുന്ന ആളുകൾ എന്തൊക്കെ രീതിയിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 1988 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ടിംഗ് ഏജ് 21 നിന്നും എത്രയാക്കി കുറയ്ക്കുന്നുണ്ട്, 18 കുറയ്ക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ 1989 എന്ത് ചെയ്തു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അതിന് മുമ്പ് ബാലറ്റ് പേപ്പേഴ്സ് ആയിരുന്നു, അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, EVMs എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. പിന്നെ 1989 എന്ത് സ്റ്റാർട്ട് ചെയ്തു, ബൂത്ത് ക്യാപ്ചറിങ്, എന്താണ്, പ്രൊവിഷൻസ് ഫോർ അഡ്ജോർമെൻറ്റ് ഓഫ് പോൾ, കൗണ്ടർമാൻഡിങ് ഓഫ് ഇലക്ഷൻസ് സച്ച് ആസ് കേസസ്. അതുപോലെ തന്നെ ബൂത്ത് ക്യാപ്ചറിങ്. അതുപോലെ തന്നെ 1993 എന്ത് കൊണ്ടുവന്നു, ഇലക്ടോറൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, എപ്പിക് കൊണ്ടുവന്നു അല്ലേ. അതായത് എന്താണ്, ഓരോരുത്തർക്കും എന്താണ് ഒരു വോട്ടർ ID കാർഡ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്താണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1993 എന്തായി, ഒരു മൾട്ടി മെമ്പർ ബോഡി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതായത് ആദ്യം ഒരു ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നിലവിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സും പ്ലസ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും അടക്കം 3 അംഗങ്ങളെയാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുക, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി 1996 ഇലക്ടോറൽ റിഫോംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ടൈം ലീഡ് ബൈ ഇലക്ഷൻസ്. അതായത് എന്താണ്, ഇലക്ഷൻസ് മസ്റ്റ് ഒക്കർ വിത്ത് 6 months ഓഫ് എനി വാക്കൻസി ഇൻ ലെജിസ്ലേറ്റീവ് ഹൗസ്. അതായത് ഒരു സ്ഥാനം ഒഴിഞ്ഞ് അടുത്ത ആളെ തിരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കണം, 6 മാസത്തിൻ്റെ ഉള്ളിലായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ആൻഡ് ലിസ്റ്റിംഗ് നെയിംസ് ഓഫ് കാൻഡിഡേറ്റ്. അതായത് എന്താണ്, കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ് കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 groups. അതായത് എന്ത് ചെയ്യുന്നു, ഈ കണ്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തു, 3 ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തു, തരംതിരിച്ചു. ഉദാഹരണമായിട്ട് റിക്കോഗ്നൈസ്ഡ്, രജിസ്ട്രേഡ്, അൺറിക്കോഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ തന്നെ ഒതേഴ്സ് അഥവാ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ ഇൻസൾട്ടിങ് ദ നാഷണൽ ഹോണർ ആക്ട് 1971 നിലവിൽ വന്നു. അതായത് എന്താണ്, ലീഡ്സ് ടു ദ ഇലക്ഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ 6 years അപ്പോൺ. അതായത് എന്താണ്, നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയൊക്കെ എന്ത് ചെയ്യാണ്, ഇൻസൾട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 6 വർഷം എന്ത് ചെയ്യും, ഇലക്ഷനിൽ നിന്നും മാറ്റി നിർത്തും എന്നുള്ളൊരു പുതിയ കണ്ടീഷൻ കൂടി വന്നു. ഓക്കെ. ഇനി 1996 ശേഷം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വോട്ട് ത്രൂ പ്രോക്സി 2003. അതായത് എന്താണ്, സർവീസസ് വോട്ടേഴ്സ് ഇൻ ആർമഡ് ഫോഴ്സസ് അണ്ടർ ആർമി ആക്ട് ക്യാൻ ബി വോട്ട് ബൈ പ്രോക്സി എന്നുള്ള നിയമം കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്താണ്, അലോക്കേഷൻ ഓഫ് ടൈം ഓൺ ഇലക്ട്രോണിക് മീഡിയ എന്നുള്ള നിയമം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ടൈം ഓൺ ഇലക്ട്രോണിക് മീഡിയ ഡ്യൂറിങ് ഇലക്ഷൻസ് ടു ദി അഡ്രസ് പബ്ലിക് എന്നുള്ളൊരു പുതിയ ഫംഗ്ഷൻ. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ്ഡ് ഓഫ് ബാർലി സിഗ്നേച്ചർ ഫീച്ചേഴ്സ് ഇൻ EVM 2004. അതായത് എന്താണ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് വിഷ്വലി ഇംപ്രസൻഡ് വോട്ടേഴ്സ് ടു കാസ്റ്റ് ദെയർ വോട്ട് വിത്തൗട്ട് ആൻ അറ്റൻഡൻറ്റ്. അതായത് ഈ കണ്ണ് കാണാത്ത ആൾക്ക് എന്താണ്, ഒരാളുടെ സഹായമില്ലാതെ എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം എന്നുള്ളൊരു എന്ത് ചെയ്തു, നിയമവും കൊണ്ടുവന്നു. ഓക്കെ. ഇനി 2010 വരെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, ഒന്നെന്താണ്, വോട്ടിംഗ് റൈറ്റ്സ് ടു ഇന്ത്യൻ സിറ്റിസൺ ലിവിങ് എബ്രോഡ്. 2010 എന്താണ്, പുറമെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം. അതുപോലെ തന്നെ എന്താണ്, ഓൺലൈൻ എൻറോൾമെൻറ്റ് ഇൻ ഇലക്ടറൽ റോൾ 2013. അതുപോലെ തന്നെ നോട്ട അല്ലേ, എന്താണ് നോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നൺ ഓഫ് ദി എബവ് ആണ്. അതായത് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നൺ ഓഫ് ദി എബവ് എന്നുള്ള എന്ത് ചെയ്തു, ഓപ്ഷൻ കൊണ്ടുവന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 2013 എന്ത് ചെയ്തു, VVPAT അതായത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, ഫോട്ടോസ് എന്ത് ചെയ്തു, കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോസ് എന്താണ് EVMലും അതുപോലെ തന്നെ ബാലറ്റ് പേപ്പേഴ്സിലും എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ടോറൽ ബോൺസ് 2017 എന്ത് ചെയ്തു, ഇലക്ടോറൽ ബോൺസ് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ 2024 സുപ്രീം കോടതി എന്ത് ചെയ്തു, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് എപ്പിക് 2021. അതുപോലെ തന്നെ ഹോം വോട്ടിംഗ് ഫോർ പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ് ആൻഡ് ദോസ് എബവ് 85 years ഓഫ് ഏജ്. അതായത് 85 വയസ്സിന് മുകളിലുള്ളവർക്കും ഡിസേബിലിറ്റി ഉള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാമെന്നുള്ളൊരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവരുമായി ബന്ധപ്പെട്ട് വന്ന, അതായത് ഇന്ത്യയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്നെന്താണ്, തർക്കുണ്ടെ കമ്മിറ്റിയാണ്. 1974 വരുന്നത്. ഇതാരുടെ നേതൃത്വത്തിലായിരുന്നു, ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലായിരുന്നു, ടോട്ടൽ റവല്യൂഷൻ മൂവ്മെൻറ്റിൻ്റെ സമയത്ത്. ഓക്കെ. അതായത് എന്താണ്, ഉദാഹരണമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് വരുന്നത്. പിന്നെ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ആയിരുന്നു 1990 ഇലക്ടോറൽ റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ. പിന്നെ വരുന്നതാണ് വോഹ്ര കമ്മിറ്റി, എന്താണ് 1993. അതുപോലെ തന്നെ
നെക്സസ് ബിറ്റ്വീൻ ക്രൈം ആൻഡ് പൊളിറ്റിക്സിനെ കുറിച്ച് പഠിക്കാൻ. പിന്നെ വരുന്ന എന്താണ്, ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി ആയിരുന്നു 1998 സ്റ്റേറ്റ് ഫണ്ടിങ് ഓൺ ഇലക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ വരുന്ന ഏതാണ്, സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ഇന്ത്യയാണ് 2007 എന്താണ്, റിപ്പോർട്ട് ഓൺ എത്തിക്സ് ഇൻ ഗവർണൻസ്. ഓക്കെ, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് തങ്ക കമ്മിറ്റിയാണ്, കോർ കമ്മിറ്റിയാണ് 2010 എന്താണ്, ടു ലുക്ക് ഇൻ ടു ദ ഹോൾ ഗ്രൗണ്ട് ഓഫ് ദി ഇലക്ഷൻസ് ലോസ് ആൻഡ് ഇലക്ടോറൽ റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റിയുടെയൊക്കെ എന്ത് ചെയ്യുക, പേരെന്ത് ചെയ്യുക, ആലോചിച്ച് വയ്ക്കുക. വരാൻ സാധ്യത ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, വരാൻ സാധ്യത ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത്, റിഫോംസ് ഇൻ മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഓക്കെ, എന്താണ് ന്യൂസ്, എന്താണ് നോക്കി നോക്കാം. എന്താണ് ന്യൂസ്? Recently, the UN Secretary General highlighted that reforming multilateral development banks (MBDs) will be a major focus at this year's summit of the future occurring to the UN General Assembly in 2014. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാനുള്ള എന്താണ് മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഈ MDB എന്ന് വിളിക്കുന്നത് എന്താണ്, ഒരു ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവരെന്താണ് ചെയ്യുന്നത്, to provide financing and professional advice of economic and social development project developing countries. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്ത് ചെയ്യുക, ഉദാഹരണമായിട്ട് എക്കോണമിക് അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രൊഫഷണൽ അഡ്വൈസ് കൊടുക്കുക, ഫൈനാൻസിങ് കൊടുക്കുന്നതൊക്കെയാണ്. അതുപോലെ തന്നെ എന്താണ്, ദേ ആർ ഫോംഡ് ആൻഡ് ക്യാപിറ്റലൈസ്ഡ് ബൈ മൾട്ടിപ്പിൾ കൺട്രീസ്. ഒന്നോ അതിലധികമോ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ക്യാപിറ്റൽ രൂപീകരിക്കുന്നത്. ആൻഡ് ദേ ഓർഗനൈസ്ഡ് in the aftermath of World War II to rebuild the war-ravaged nations and the stable global financial system. വേൾഡ് വാർ 2 ശേഷം എന്താണ്, രാജ്യങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ എന്താണ്, ഗ്ലോബൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു ആശയത്തിന് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ടത് എന്ന് നോക്കുന്നത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒന്ന് ഏതാണ്, വേൾഡ് ബാങ്ക് ഗ്രൂപ്പാണ്, അതായത് വേൾഡ് ബാങ്കാണ്. ഓക്കെ, India is the member of 4 of the 5 constitutions of the World Bank Group. അതായത് എന്താണ്, ഈ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന 5 സ്ഥാപനങ്ങൾ ചേർന്നാണ്. അതിൽ 4 എണ്ണത്തിൽ അംഗമാണ് ഏത്, ഇന്ത്യ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് എന്താണ്, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് IBRDയിൽ ഇന്ത്യ അംഗമാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ IDAയിൽ ഇന്ത്യ അംഗമാണ്. ആൻഡ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ IFCയിൽ ഇന്ത്യ അംഗമാണ്. അതുപോലെ തന്നെ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി MIGAയിൽ ഇന്ത്യ അംഗമാണ്. പക്ഷേ ICSID ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ടീസിൽ ആരംഗമല്ല, ഇന്ത്യ അംഗമല്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യയിൽ വേൾഡ് ബാങ്ക് അസിസ്റ്റൻസ് എന്ന സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1948 മുതലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. ക്ലിയർ. പിന്നെ വരുന്ന ഒന്നാണ് ഇത്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് വിളിക്കുന്ന. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ എന്താണ്, ഒരു ഫൗണ്ടിങ് മെമ്പർ കൂടിയാണ് ആര്, ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യ 4th ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ കൂടിയാണ്. ഓക്കെ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ 4th ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ കൂടിയാണ്. ആൻഡ് സിൻസ് കമൻസിങ് ഓപ്പറേഷൻ ഇൻ 1986, ADB ഹാസ് അലൈൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഓൺ ദ കൺട്രി ടു ഗവൺമെൻറ്റ്സ് ഡെവലപ്പിംഗ് പ്രയോറിറ്റീസ്. ദിസ് അപ്രോച്ച് വിൽ ബി പേഴ്സ്ഡ് ത്രൂ ദ ഫോർത്ത് കൺട്രി പാർട്ട്ണർഷിപ്പ് സ്ട്രാറ്റജി 2023-27. അതായത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസിന് എന്ത് ചെയ്തു, 1986 മുതൽ എന്ത് ചെയ്തു, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഇതിന് ഉദാഹരണമാണ് എന്താണ്, 2023 മുതൽ 2027 വരെ നിൽക്കുന്ന പാർട്ട്ണർഷിപ്പ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇത്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെയും ഇന്ത്യ എന്താണ്, ഒരു ഫൗണ്ടിങ് മെമ്പറാണ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, വിത്ത് ദ സെക്കൻഡ് ഹയസ്റ്റ് വോട്ടിംഗ് ഷെയർ ആഫ്റ്റർ ചൈന. ചൈനയ്ക്ക് ശേഷം എന്താണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ഷെയർ ഉള്ള രാജ്യം ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ ആരാണ്, ഇന്ത്യയാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ബീജിങ്ങിലാണ്. എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. പിന്നെ വരുന്നതാണ് ഇത്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഥവാ NDB എന്ന് വിളിക്കുന്നത്. എന്താണ്, ഇന്ത്യ ഈസ് ദ ഫൗണ്ടിങ് മെമ്പർ ഓഫ് NDB. നാഷണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന പോലെ തന്നെ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഫൗണ്ടിങ് മെമ്പർ കൂടിയാണ് ഇത് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റെസിപ്റ്റൻ്റ് ഓഫ് NDB's ഫൈനാൻഷ്യൽ സപ്പോർട്ട് $7.5 ബില്യൺ ആഫ്റ്റർ ചൈന. ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ എന്താണ് NDBയുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ടുള്ള രാജ്യമാണ്, ഏകദേശം $7.5 ബില്യൺ. അതുപോലെ തന്നെ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2005 ബൈ ബ്രിക്സ് കൺട്രീസ്. അതായത് 2015
ബ്രിക്സ് കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിക്കുന്നത്. ഉദാഹരണമായിട്ട് ഏതൊക്കെയാണ് ബ്രിക്സ് കൺട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതായത് ബ്രിക്സ് കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ് സ്ഥാപിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് നോക്കാം. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? എയറോസോൾ ആൻഡ് ക്ലൈമറ്റ് എഫക്റ്റ് ആണ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം? ന്യൂസ് എന്താണ് വന്നിരിക്കുന്നത്? റീസെൻ്റ്ലി ദ സയൻറ്റിസ്റ്റ് ആർ ടെസ്റ്റിംഗ് എ ജിയോ എഞ്ചിനീയറിംഗ് ടെക്നിക് കോൾഡ് മറൈൻ കോൾഡ് ബ്രൈറ്റനിങ് ആണ്. ഓക്കെ, ഇതാണ് എന്താണ് ന്യൂസ് വരാനുള്ളൊരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എന്താണ് എയറോസോൾ ആൻഡ് ക്ലൈമറ്റ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എയറോസോൾ constraint is a declining due to expanding air quality regulation leading to fewer particles in the atmosphere ആണ്. ക്ലിയർ? ഇനി എന്താണ് പറയുന്നത്? മോസ്റ്റ് എയറോസോൾ പാർട്ടിക്കിൾസ് ഹാവ് കൂളിംഗ് എഫക്റ്റ് ഓൺ ക്ലൈമറ്റ്, സോ ദയർ റിഡക്ഷൻ ആഡ്സ് ടു ദി ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഇതാണ് അതിനുള്ള റീസൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ആൻഡ് സയൻറ്റിസ്റ്റ് എസ്റ്റിമേറ്റ് ദാറ്റ് എയറോസോൾ ഫ്രം ഹ്യൂമൻ എമിഷൻസ് ആർ ഓഫ്സെറ്റിംഗ് 0.5 degrees Celsius of the global warming, but the actual cooling effect could range from the 0.2 degrees Celsius to 1.0 degrees Celsius. Uncertainty about aerosol effect on the clouds contributes to the uncertainty in the future warming projections. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ളൊരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് എന്താണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി, അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്താണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരില്ല. പിന്നെ വരുന്നതാണ് ഇത് നാവിക്. ദ റീസെൻ്റ്ലി റിപ്പോർട്ട് സജസ്റ്റ് ദാറ്റ് ഇസ്രായേൽ എംപ്ലോയ്ഡ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS സ്പൂഫിംഗ് ടെക്നിക് പ്രൊജക്ട് എഗെയിൻസ്റ്റ് ഇറാനിയൻ മിസൈൽ അറ്റാക്ക് reminiscent of past instances like United States action during the Kargil war in India. Okay, എന്താണ് നാവിക് എന്ന് വിളിക്കുന്നത്? ഓക്കെ, എന്താണ് നാവിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കൺസൾട്ടേഷൻ എന്നുള്ളതാണ് എന്താണ് നാവിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ആരാണ് നാവിക് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ്, ISRO ആണ്. ഇനി എന്താണ് നമ്പർ ആൻഡ് പൊസിഷനിങ് ഓഫ് ദ സാറ്റലൈറ്റ്? 8 സാറ്റലൈറ്റുകളാണുള്ളത്. അതിൽ 7 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് ആയിരിക്കുന്നത്. അതിൽ 3 എന്താണ്, ജിയോ സ്റ്റേഷനറിയും 4 എന്താണ്, ജിയോ സിൻഡ്രോം ഓർബിറ്റ്സുമാണ്. ഇത് പ്രീവിയസ്ലി എന്ത് പേരിലാണ് അറിയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? നാവിഗേഷൻ, ടെറസ്ട്രിയൽ ആൻഡ് ഏരിയൽ ആൻഡ് മറൈൻ, ട്രാക്കിംഗ് ആൻഡ് മാപ്പിംഗ് ആണ്, വെഹിക്കിൾ ആൻഡ് ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ലൊക്കേഷൻ ബേസ്ഡ് ആണ്, എന്താണ് പ്രിസൈസ് ടൈമിംഗ് ഫോർ ATMs ആൻഡ് പവർ ഗ്രിഡ്സ് ആണ്, ആൻഡ് റിസോഴ്സ് മോണിറ്ററിംഗ്, സർവേയിങ് ആൻഡ് ജിയോഡസി സയൻറ്റിഫിക് റിസർച്ച് ആണ്, ആൻഡ് പിന്നെ വരുന്നത് സേഫ്റ്റി ഓഫ് ലൈഫാണ്, അലേർട്ട് ഡെസിമിനേഷൻ ആൻഡ് ടൈം ഡെസിമിനേഷൻ ആൻഡ് സിങ്ക്രോണൈസേഷൻ ആണ്, ഇൻറ്റഗ്രേഷൻ വിത്ത് മൊബൈൽ ഫോൺസ് ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? റിയൽ ടൈം ഇൻഫോർമേഷൻ കിട്ടും സിവിലിയൻസിന് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് യൂസേഴ്സിന്. അതുപോലെ തന്നെ എന്താണ് മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ എന്താണ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ആണ്. അതുപോലെ റീജിയണൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് ഇന്ത്യസ് ഡിപ്ലോമാറ്റിക് ഗുഡ് വിൽ ജസ്റ്റോറാണ്. ഇതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കൺസൾട്ടേഷൻ സാറ്റലൈറ്റ് എക്സീഡിങ് ദെയർ ഓപ്പറേഷണൽ ലൈഫ് സ്പാൻ ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ് കോമ്പാക്റ്റബിലിറ്റി കുറവാണ്. അതുപോലെ തന്നെ 1500 കിലോമീറ്റർ ഇന്ത്യയുടെ പുറത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതും ഇതിൻ്റെ ഒരു കുറവാണ്. ഓക്കെ, അതേസമയം അതർ നാവിഗേഷൻ സിസ്റ്റം ഏതൊക്കെയുള്ളത്? US-ൻ്റെ GPS, റഷ്യയുടെ എന്താണ് ഗ്ലോനസ്, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഗാലിയനോ, അതുപോലെ തന്നെ ചൈനയുടെ ബെയ്ഡു ഒക്കെ മറ്റൊന്നാണ്. ഇനി റീജിയണൽ സിസ്റ്റംസ് ആണ് ഖോസി സൈൻ സാറ്റലൈറ്റ് സിസ്റ്റം, അതാരുടേതാണ്? ജപ്പാൻ്റേതാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് പത്മ അവാർഡ്സ് 2024. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി പ്രസിഡന്റ് ദ്രൗപദി മുർമു പ്രസന്റ് ദ പ്രസ്റ്റീജിയസ് പത്മ അവാർഡ്സ് ഫോർ 2024 ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇതാണിത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ന്യൂസിൽ എന്താണ് വരാനുള്ള ഒരു റീസൺ. ഓക്കെ, ഇനി ആരാണ് ഇതിൻ്റെ റെസിപ്പിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ ഗ്രൂപ്പ് ഇൻക്ലൂഡഡ് ഫോർമർ വൈസ് പ്രസിഡന്റ് M. വെങ്കട്ട നായിഡു, അതുപോലെ തന്നെ ആക്ടർ ആൻഡ് പൊളിഷ്യൻ മിഥുൻ ചക്രബർത്തി, സിംഗർ ഉഷ ഉദുപ് ആൻഡ് ടെന്നീസ് പ്ലെയർ റോഹൻ ബോപ്പണ്ണ ആൻഡ് ഒതേഴ്സിനാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ദ ഫൗണ്ടർ ഓഫ് സുലഭ് ഇൻ്റർനാഷണൽ ബിന്ദുവേശ്വർ പതക് ആൻഡ് ഭരതനാട്യം ഡാൻസർ പത്മ
Subramaniam were conferred with Padma Vibhushan. For 2024, President had approved the confirmed of 132 Padma Awards, including due cases. In the due cases, the award continued as one. അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്മവിഭൂഷൺ 17 പത്മഭൂഷൺ 110 പത്മശ്രീ അവാർഡ്സ് ആണുള്ളത്. ആൻഡ് 30 ഓഫ് ദ പത്മ അവാർഡ്സ് ആർ വുമൺ, 8 persons ഫ്രം ദ കാറ്റഗറി ഓഫ് ഫോറിനേഴ്സ്, NRI, PO, OCI ആൻഡ് 9 പോസ്റ്റ് ഹ്യൂമൻസ് അവാർഡീസാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന അവാർഡുകൾ. സിവിലിയൻ അവാർഡ്സിൽ ആദ്യം വരുന്നതാണ് ഏത്, ഭാരത് രത്ന എന്ന് വിളിക്കുന്നത്. എന്താണ്, ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. 1954 ഇത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതെന്തിനാണ് കൊടുക്കുന്നത്, അവാർഡഡ് ഫോർ എക്സെപ്ഷണൽ സർവീസ് പെർഫോമൻസ് ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഇൻ എനി ഫീൽഡ് ഓഫ് ഹ്യൂമൻ എൻഡോവിയ ആണ്. അതുപോലെ തന്നെ അവാർഡ് ഇൻക്ലൂഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് മെഡലേഷൻ ആണ് വരുന്നത്. ഇത് മോണിറ്ററി ഗ്രാൻഡ് ഇല്ല. അതുപോലെ തന്നെ എന്താണ്, ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്ററാണ് പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, മാക്സിമം 3 പേർക്കാണ് ഒരു വർഷം കൊടുക്കുക. പിന്നെ വരുന്നതാണ് ഇത് ഗാലൻട്രി അവാർഡ്സ്. മാരിടൈം ഗാലൻട്രി അവാർഡ് വരുന്നത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1950 ജനുവരി 26 പീസ് ടൈം ഗാലൻട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1952 ജനുവരി 4 അതുപോലെ തന്നെ ഇതിനെ അനൗൺസ് ചെയ്യുന്ന എത്രയാണ്, ടോയ്സ് എ ഇയർ ആണ്. ഒന്ന് റിപ്പബ്ലിക് ഡേക്കും ഒന്നെന്താണ് ഇൻഡിപെൻഡൻസ് ഡേക്കും. പിന്നെ ഓർഡർ ഓഫ് പ്രസിഡൻസിലാണ് ഏത്, പരംവീർ ചക്ര, അശോക് ചക്ര, മഹാവീർ ചക്ര, കീർത്തി ചക്ര, വീർ ചക്ര, അതുപോലെ തന്നെ ശൗര്യ ചക്ര തുടങ്ങിയവരെന്താണ് വരുന്നത്. പിന്നെയാണ് പത്മ അവാർഡ്സ് വരുന്ന 1954 ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. അതായത് പബ്ലിക് സർവീസിൽ എന്താണ്, യോഗ്യനൈസ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ഫീൽഡ് ഓഫ് ഡിസിപ്ലിൻ ഇൻവോൾവിംഗ് ആണ്. കാറ്റഗറീസ് വരുന്ന ഏതാണ്, ആദ്യം പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ പത്മ അവാർഡ്സ് കമ്മിറ്റിയാണ് ഇത് പ്രൈം മിനിസ്റ്റർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, വർഷം കൊടുക്കുന്നത്. അതുപോലെ തന്നെ സസ്പെൻഡഡ് ട്വൈസ്, അതായത് 1978, 79, 93, 97 ഇത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് അവാർഡ്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ആണ്. ഇനി എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആൾ ഓഫീസർ റാങ്ക് ഓഫ് ആർമി, നേവി, IAF, റിസർവ് ഫോഴ്സസ്, ടെറിട്ടോറിയൽ ആർമി, അതുപോലെ തന്നെ പീപ്പിൾ പ്രൊവൈഡിങ് നൗറീഷ്യസ് സർവീസ് അണ്ടർ എനി ഓഫ് ദ എബവ് ഫോഴ്സസ് ഒക്കെ എന്താണ്, ഇതിൻ്റെ എലിജിബിലിറ്റിയാണ് ഏതിൻ്റെ, ഗാലൻട്രി അവാർഡ്സിൻ്റെ. ക്ലിയർ. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. എന്താണ്, ടൈഗർ കൺസർവേഷനാണ്. എന്താണ്, ദ ഭൂട്ടാനീസ് ഗവൺമെൻറ് ഹോസ്റ്റഡ് ദ സസ്റ്റൈനബിൾ ഫൈനാൻസ് ഫോർ ടൈഗർ ലാൻഡ്സ്കേപ്പ് കോൺഫറൻസ് ഓൺ എർത്ത് ഡേ 2024 ടു മൊബിലൈസ് $1 billion over the next decade for the conserving tiger and their habitats across Asia. ഓക്കെ, നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് സപ്പീഷ്യസ് ടൈഗർ എന്ന് പറയുന്നത്, ദ കോണ്ടിനെൻ്റ് പന്ത്ര ടൈഗേഴ്സ് ടൈഗ്രി, ദ സുന്ദർ പാത്ര ടൈഗ്രീസ് കോൺട്രിക്ക. ഇനി ഹാബിറ്റേറ്റ് ഏതാണ് വരുന്നത്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റ്, ടെമ്പറേച്ചർ ഫോറസ്റ്റ്, മാൻഗ്രൂവ് സ്വാംസ്, ഗ്രാസ് ലാൻഡ്സ് ആൻഡ് സാവൻസ് ആണ്. ഇനി നമ്മൾ ടൈഗർ പോപ്പുലേഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, ഫൗണ്ടഡ് ഓൺലി 30 ടൈഗർ റേഞ്ച് കൺട്രീസ്, അതായത് ഏകദേശം 13 ടൈഗർ റേഞ്ച് കൺട്രീസ് ആണുള്ള ആരൊക്കെയാണ്, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, റഷ്യ, ചൈന, തായ്ലാൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ, ലാവോസ് ആൻഡ് വിയറ്റ്നാം. IUCN ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്, അതിലാണ് ഇത് കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം വരുന്നത്. ഇനി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് വരികയാണെങ്കിൽ IUCN റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചേർഡ് ആണിത്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 WPA വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1792 ഷെഡ്യൂൾ 1 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി കൺസർവേഷൻ എഫക്റ്റുകൾ എന്തൊക്കെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, അതായത് എന്താണ്, കൺസർവേഷൻ ഓഫ് ബിഗ് കാറ്റ്സ് നെയിംലി ടൈഗർ, ലയൺ, ലിയോപാർഡ്, സ്നോ ലിയോപാർഡ്, ചീത്ത, ജാഗർ, പ്യൂമ, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെയാണ് TX2 ക്യാമ്പയിൻ. എന്താണ് ഇത്, WWF ആണ് ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. സ്റ്റാൻഡ്സ് ഫോർ ടൈഗർ ×2 സൈനിങ് ദ ഗോൾ ടു ഡബിൾ ടൈഗർ പോപ്പുലേഷൻ ബൈ 2022 ആണ്. പിന്നെ വരുന്നതാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, WPA വേൾഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അണ്ടറിൽ വരുന്നതാണ്. പിന്നെ പ്രൊജക്റ്റ് ടൈഗർ 1973 നമ്മൾ ലോഞ്ച് ചെയ്തു. ടൈഗർ സെൻസസ് ആണ്, എല്ലാ 4 വർഷം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ത്രെറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹാബിറ്റേറ്റ് ലോസ്, പോച്ചിങ് ആൻഡ് ഇല്ലീഗൽ ട്രേഡ്, അതുപോലെ തന്നെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആണ്. ഇനി ഇന്ത്യയിലെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എന്താണ്, 2022 റിപ്പോർട്ട് പ്രകാരം 3167 ടൈഗേഴ്സ് ആണുള്ളത്. ലാർജസ്റ്റ് പോപ്പുലേഷൻ ഹാസ് ബീൻ ഫൗണ്ട് ഇൻ സെൻട്രൽ ഇന്ത്യൻ ഹൈലാൻഡ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ് ലാൻഡ്സിലാണ്. ഇനി ടൈഗർ റിസർവ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, 53 ടൈഗർ റിസർവ്സ് ആണുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക.
അതിൽ റാണിപ്പൂർ UP ആണ് എന്താണ് ലേറ്റസ്റ്റ്. അതുപോലെ തന്നെ നാഗാർജുൻ സാഗർ ആന്ധ്രാപ്രദേശും ആണ് ഏത് ലാർജസ്റ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ സ്മോളസ്റ്റ് വരുന്ന ഏതാണ് ആസാമിലെ ഒറങ്കോങ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് ഇവിച്ചോൾസ് എസ് എന്താണ് റീസെൻ്റ്ലി ദ ന്യൂ ഓറൽ വാക്സിൻ ഫോർ കോളോറ ഇവിച്ചോൾ എസ് റിസീവ്ഡ് പ്രിക്കോഷണലി ബൈ ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഓക്കെ, എന്താണ് എങ്ങനെയാണ് ഒരു ബോഡി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? പീപ്പിൾ ഇൻജസ്റ്റ് വാട്ടർ ഓഫ് ഫുഡ് കണ്ടെയ്ൻഡ് വിത്ത് കോളറ ബാക്ടീരിയ, അതല്ലെങ്കിൽ എന്താണ് ഇൻ എപ്പിഡമിക് പീസസ് ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ ഓഫ് സോഴ്സസ് ഓഫ് കണ്ടെയ്ൻമെൻ്റ് ആണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സാൾട്ട് സൊല്യൂഷൻ, ഇൻ്റർവീനിയസ് ഫ്ലൂയിഡ്സ്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഇൻ അൺപ്രിപ്പയർഡ് കമ്മ്യൂണിറ്റീസ് ഡെത്ത് റേറ്റ് ക്യാൻ ബി ആസ് ദ ഹൈ ഓഫ് 50% ആണ്. ഇനി ഇൻ ദ ലാർജസ്റ്റ് ഇൻസൈൻറ്റ് എടുക്കുകയാണെങ്കിൽ ബാക്ടീരിയ മൾട്ടിപ്ലൈഡ് റാപ്പിഡ്ലി. അതുപോലെ തന്നെ എന്താണ് ടോക്സിൻ ഫ്രം ബാക്ടീരിയ penetrate cell from the intestinal well and toxin prevents intestines from the absorbing water from digested food, diarrhea and dehydration results ഒക്കെയാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ WTO എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? ദ 13th Ministerial Conference of World Trade Organization India asserted the robust position concerning the permanent solution for the public stockholding for food security. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള റീസൺ. ഇനി എന്താണ് WTO? 1995 എന്ത് ചെയ്യുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. അതായത് ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് പോരാ, അതായത് വേൾഡ് വാർ 2 ശേഷമാണ് ഇത് നിലവിൽ വരുന്നത്. അത് പോരാ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് WTO നിലവിൽ വരുന്നത്. ഇറ്റ് പ്രൊമോട്ട് സ്മൂത്ത് ഫ്രീ ആൻഡ് വെസ്റ്റിസൈഡബിൾ ട്രേഡ് എമംഗ് 164 മെമ്പേഴ്സ്. ഇതിൽ 164 മെമ്പേഴ്സാണുള്ളത്. അതുപോലെ തന്നെ എന്താണ് 98% ഗ്ലോബൽ ട്രേഡും പോകുന്ന ഇതിലൂടെയാണ് WTO. അതുപോലെ തന്നെ എന്താണ് ഡെവലപ്ഡ് ത്രൂ ട്രേഡ് നെഗോസിയേഷൻ ഇൻസ് റൂൾ ടു എലിമിനേറ്റ് കോഡ്സ് എമംഗ് ദ റെഡ്യൂസ് താരിഫ് വിത്ത് ദ കറൻറ്റ് ഫ്രെയിം വർക്ക് ലാർജ്ലി ഷേപ്ഡ് ബൈ 1986-94 ഉറുഗ്വേ റൗണ്ട് നെഗോസിയേഷൻ. ഉറുഗ്വേ റൗണ്ട് നെഗോസിയേഷന് ശേഷം എന്താണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് പരിഹരിക്കുക, ട്രേഡ് ബാരിയേഴ്സ് കുറയ്ക്കലൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വൺ ആണ് ഇത് റിസർവേഷൻ. നോക്കാം എന്താണ് ന്യൂസിൽ വരാൻ കാരണം. റീസെൻ്റ്ലി ദ ഇഷ്യൂ ഓഫ് 5% quota to Muslim in Andhra Pradesh in 2004 has resurfaced, rejoining the debate regarding the religion based reservation. ഇതാണിത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 16 Clause 4 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ത് പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസിന് എന്ത് കൊടുക്കണം റിസർവേഷൻ കൊടുക്കണം എന്ന് പറയുന്നു. കൂടാതെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത് എ ഗ്രൂപ്പ് മസ്റ്റ് ബി ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്സ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ഫോർ ദ റിസർവേഷൻസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. അതുപോലെ തന്നെ 16 Clause 4 എന്താണ് ദ അതോറിറ്റീസ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് ബോത്ത് ബാക്ക്വേർഡ് ഗ്രൂപ്പ് ആൻഡ് ഇന്നാഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ്. അതായത് ആർട്ടിക്കിൾ 15 പ്രകാരം സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിന് റിസർവേഷൻ കൊടുക്കണമെന്നും ആർട്ടിക്കിൾ 16 Clause 4 പ്രകാരം ഇത്തരം ഗ്രൂപ്പുകൾ ഗവൺമെൻറ്റിൽ ഇന്നാഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ അവർക്കും റിസർവേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന മേജർ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വരുന്നത് ദ സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് ശ്രീമതി ചെമ്പകം ദുരൈരാജൻ കേസാണ് 1951. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്ട്രക്ക് ഡൗൺ ദ റിസർവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് സോൾലി ഓൺ കാസ്റ്റ് ബേസ്ഡുള്ള റിസർവേഷൻ സിസ്റ്റത്തെ എന്ത് ചെയ്തു വേണ്ടാന്ന് വെച്ചു. ഇത് പിന്നീട് എന്തിനു കാരണമായി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക്. രണ്ടാമത് വരുന്ന ഇന്ദിരാസാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1992 ആണ്. അതിലെന്ത് ചെയ്തു ഡിഫൈൻഡ് ലിമിറ്റേഷൻസ് ഓൺ റിസർവേഷൻ, അതായത് എന്ത് ചെയ്തു ലിമിറ്റേഷൻസിന് റിസർവേഷൻ ലിമിറ്റേഷൻസ് കൊണ്ടുവന്നു. ക്രീമി ലെയർ എക്സ്ക്ലൂഷൻ, 50% കോട്ട ലിമിറ്റ്, അതുപോലെ തന്നെ എന്താണ് നോ റിസർവേഷൻ ഇൻ പ്രൊമോഷൻ എക്സെപ്റ്റ് SC and ST എന്നുള്ളൊരു വിധി കൂടി വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് M നാഗരാജ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2006. ഇതെന്ത് ചെയ്തു ആർട്ടിക്കിൾ 16 അപ്ഹെൽഡ് ചെയ്തു. അതായത് എന്ത് ചെയ്തു ഫോർ എ അലൗവിങ് റിസർവേഷൻ ഫോർ SC and ST ഇൻ പ്രൊമോഷൻസ്. SCക്കും STക്കും എന്ത് ചെയ്യാം പ്രൊമോഷൻസിൽ റിസർവേഷൻ കൊടുക്കാനായി. അതുപോലെ തന്നെ എന്ത് ചെയ്തു 3 കണ്ടീഷൻസ് കൂടി കൊണ്ടുവന്നു. അതായത് എന്താണ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ആയിരിക്കണം, ഇന്നാഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം, ഗവൺമെൻറ് എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ വന്നത് ജർണൈൽ സിംഗ് വേഴ്സസ് ലാച്മി നരേൻ ഗുപ്ത കേസാണ് 2018. അതിലെന്ത് ചെയ്തു ക്രീമി ലെയർ എക്സ്ക്ലൂഷൻ അപ്ലൈസ് ടു SC ST ഇൻ പ്രൊമോഷൻസിൽ എന്ത് ചെയ്തു SC STക്ക് എന്ത് ചെയ്തു ക്രീമി ലെയർ കൊണ്ടുവന്നു.
അതുപോലെ തന്നെ നോ നീഡ് ഫോർ ക്വാണ്ടിഫയബിൾ ഡാറ്റ ഓൺ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഫോർ SC/ST പ്രൊമോഷൻസ് എന്നുള്ളൊരു കാര്യം കൂടിയും കൊണ്ടുവന്നു. പിന്നെ വന്ന് ജൻഹിത് അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2022 ആണ്. സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? 103ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അപ്ഹെൽഡ് ചെയ്തു. അതായത് ഈ എക്കോണമിക്കലി വീക്കർ സെഷൻസിന് എന്ത് ചെയ്യാം, 10% റിസർവേഷൻ കൊടുക്കാം എന്നുള്ളൊരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഇത് നാഷണൽ പഞ്ചായത്തി രാജ് ഡേ 2024. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ദ നാഷണൽ കൊളീജിയം ഓൺ ദി ഗവൺമെൻറ്റ്സ് അറ്റ് ദ grassroots after 3 decades of the 73rd constitutional amendment was inaugurated in New Delhi to mark നാഷണൽ പഞ്ചായത്തി രാജ് ഡേ 2024. അതായത് നമുക്കറിയാം 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു, പഞ്ചായത്തി രാജ് ഡേക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ പഞ്ചായത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. അങ്ങനെ ഏപ്രിൽ 24 നമ്മൾ പഞ്ചായത്തി രാജ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. The event will honor the best Panchayat will award for their efforts improving lives and rural household. ഇന്ന് അന്നത്തെ ദിവസം എന്ത് ചെയ്യും, ബെസ്റ്റ് പഞ്ചായത്തിന് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. The Ministry of Panchayati Raj in India observe 24th April as the National Panchayati Raj Day each year. അതായത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ് എന്ത് ചെയ്യുന്നത്, ഏപ്രിൽ 24 എന്തായി സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1992 പഞ്ചായത്തിനെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയിട്ട്, അത് നമ്മുടെ പഞ്ചായത്ത് എന്താണ്, ഒരു 3 ടയർ സിസ്റ്റമാണ്. അതായത് നമുക്ക് ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, പഞ്ചായത്ത് സമിതിയുണ്ട്, ജില്ലാ പരിഷത്ത്, അങ്ങനെ ഒരു 3 ടയർ സിസ്റ്റമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസിയൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഇത് താക്കൂർ രമാത് സിംഗ്. അതായത് എന്താണ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഹൈലൈറ്റഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഫ്രീഡം ഫൈറ്റർ താക്കൂർ രാമൻ സിംഗ്. ഇതാണ് ന്യൂസിൽ വരുന്നത്. He held the rank of Sardar in the service the Maharaja of Rava. മധ്യപ്രദേശാണ്. ഓക്കെ, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കാം. 1857 റിവോൾട്ടിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റ്നയിൽ നിന്നും അഥവാ മധ്യപ്രദേശിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഹി സെറ്റപ്പ് ദ എൻറ്റയർ മിലിറ്ററി ഓർഗനൈസേഷൻ ഇൻ ദ ജംഗിൾ ഇറ്റ്സെൽഫ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ഈ അറ്റാക്ക്ഡ് ഇംഗ്ലീഷ് റെസിഡൻസി ഓഫ് നാഗാലാൻഡ്, കിൽഡ് ദ റെസിഡൻറ്റ്. അതുപോലെ തന്നെ ഈ ഹാഡ് ഫിയേഴ്സ് ഫൈറ്റ് വിത്ത് ദ കമ്പൈൻഡ് ആർമി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ബണ്ടിലസ് ഇൻ ദ ഫീൽഡ് ഓഫ് ബെൽസൈ. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ആര്, പണ്ഡിത രമാബായി. കാലഘട്ടം 1858 മുതൽ 1922 വരെയാണ്. ഇവരുടെ 166ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ്. അതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഇനി പണ്ഡിത രമാബായിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരെന്തായിരുന്നു, ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു, എഡ്യൂക്കേറ്റർ ആയിരുന്നു, ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഷീ വാസ് ദ വൺ ഓഫ് ദ 10 വുമൺ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ 1889 കോൺഗ്രസ്. 1889 കോൺഗ്രസ്സിലെ 10 പേരിൽ ഒരാളായിരുന്നു, വുമൻസിലെ 10 പേരിൽ ഒരാളായിരുന്നു. കോൺട്രിബ്യൂഷൻസ് എന്താണ്, സരദാ സദൻ 1889. അതുപോലെ തന്നെ എന്താണ്, ടെസ്റ്റിഫൈഡ് ബിഫോർ ദ ഹണ്ടർ കമ്മീഷൻ ഓൺ വുമൻസ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ പബ്ലിഷ്ഡ് സ്ത്രീ ധർമ്മ നിധി ഓർ മോറൽസ് ഓഫ് വുമൺ. അതുപോലെ തന്നെ അവാർഡഡ് ദ കൈസർ ഇ ഹിന്ദ് മെഡൽ ഇൻ 99. ഒക്കെ ഇവരുടെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് നരസിംഹ ഗോപാലസ്വാമി അയ്യങ്കാർ. കാലഘട്ടം 1882 മുതൽ 1953 വരെ. എന്താണ്, ദ മദ്രാസ് സിറ്റി കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി ലിമിറ്റഡ് കംപ്ലീറ്റ് 100 years ഓഫ് വിച്ച് എൻ നാരായണ സ്വാമി അയ്യങ്കാർ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ്. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഹി വാസ് ദ അഡ്മിനിസ്ട്രേറ്റർ, ഫ്രീഡം ഫൈറ്റർ ആൻഡ് പൊളിറ്റീഷ്യനാണ്. അതുപോലെ തന്നെ 1905 ഇദ്ദേഹം എന്ത് ചെയ്തു, മദ്രാസ് സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുന്നു. അതുപോലെ ദിവാനായിട്ട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് കാശ്മീർ ആയിട്ട് 1937. കോൺട്രിബ്യൂഷൻസ് എന്താണ്, 1947 കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലേക്ക് എലക്ട് ചെയ്തു. അതുപോലെ തന്നെ പാർട്ട് 7 മെമ്പർ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഹെൽപ്ഡ് പുട്ട് ദ ഷേപ്പ് ഇൻ ആർട്ടിക്കിൾ 370. അതുപോലെ തന്നെ എന്താണ്, റിപ്പോർട്ട് റിയോർഗനൈസേഷൻ ഓഫ് ദ മിഷണറി ഓഫ് ഗവൺമെൻറ് 1949. അതുപോലെ തന്നെ സെർവ്ഡ് മിനിസ്റ്റർ ഫോർ ദ ഡിഫൻസ്, റെയിൽവേ ആൻഡ് ട്രാൻസ്പോർട്ട് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ന്യൂസിലൊരു പ്ലേസ് ആണ്, ഏതാണ്, സുഡാനാണ്. ഓക്കെ, അതിൻ്റെ ക്യാപിറ്റൽ ഏതാണ്, ഖോർട്ടോ. ഇനി എന്താണ് ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകത നോക്കാം. ഇതിൻ്റെ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് എന്ന് വിളിക്കുന്നത് എവിടെയാണ്, നോർത്ത് ഈസ്റ്റേൺ ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ ബോർഡറിൽ വരുന്ന ആരൊക്കെയാണ്, ഈജിപ്ത്, ലിബിയ, ചാഡ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സൗത്ത് സുഡാൻ, എത്തോപ്യ, ഇറിട്രേറിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഷെയർസ് വരുന്നതാണ് മാരിടൈം ബോർഡർ വിത്ത് സൗദി അറേബ്യൻ റെഡ് സീ ആണ്. ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചർ, ഹയസ്റ്റ് ഫീച്ചർ
ഡെർബിയ കൽഡേറയാണ്. അതുപോലെ തന്നെ എന്താണ് മേജർ റിവർ വരുന്ന നൈൽ റിവറാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് കെനിയാണ്, ക്യാപിറ്റൽ നെയ്റോബിയാണ്. ഓക്കെ, പൊളിറ്റിക്കൽ ബൗണ്ടറീസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈസ്റ്റ് ആഫ്രിക്ക കോസ്റ്റ് ബൗണ്ടഡ് ബൈ ഇന്ത്യൻ ഓഷൻ ആണ്. അതുപോലെ തന്നെ സൊമാലിയ ഈസ്റ്റ്, എത്തോപ്യ സൗത്ത്, സുഡാൻ ടു ദ നോർത്ത് ആൻഡ് ഉഗാണ്ട ആൻഡ് ടാൻസാനിയ വെസ്റ്റ് ആൻഡ് സൗത്ത് റെസ്പെക്റ്റീവ്ലിയാണ്. ജോഗ്രഫിക്കൽ ഫീച്ചർ മേജർ മൗണ്ടൈൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് കെനിയാണ്, സെക്കൻഡ് ഹയസ്റ്റ് ഇൻ ആഫ്രിക്ക. അതുപോലെ തന്നെ അബറേറ്റ് റേഞ്ച് ഏതാണ്, മൗണ്ട് എസ്പെൻസ് ആണ്. മേജർ റിവേഴ്സ് അദിഥന, ലേക്ക് വിക്ടോറിയ ഓൺ ദ വെസ്റ്റേൺ ബോർഡർ ആൻഡ് ബി സെലക്റ്റഡ് ഹൊറിസോണ്ടലി ബൈ ദ ഇക്വേറ്റർ ആണ്. ഗ്രേറ്റ് റിഫ്റ്റ് വാലി പാസസ് ത്രൂ ഇറ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് 20-3-2024 മുതൽ എന്താണ് 26-2024 വരെയുള്ള കറണ്ട് അഫയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാറുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.